പെരിയ ഇരട്ടക്കൊലക്കേസിലെ നിയമപോരാട്ടം നടത്താൻ CPM വീണ്ടും പണം പിരിക്കുന്നു. പാർട്ടി അംഗങ്ങളിൽ നിന്ന് മാത്രമാണ് പിരിവ്. ഒരംഗം കുറഞ്ഞത് 500 രൂപ നൽകണം. പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഒരു ദിവസത്തെ ശമ്പളം നൽകണം. പെരിയ കേസിന് വേണ്ടി രണ്ടാം തവണയാണ് CPM ഫണ്ട് സമാഹരിക്കുന്നത്. അങ്ങനെ പെരിയ കൊലക്കേസിലെ എതിർവിധിയും സാമ്പത്തിക നേട്ടമായി CPMന് മാറും. 2 കോടിയാണ് ടാർഗറ്റ്. എങ്ങനെ കേസ് നടത്തിയാലും ഇത്രയും തുകയാവില്ല. അതുകൊണ്ട് തന്നെ ബാക്കി പാർട്ടിക്ക് സ്വന്തമാവുകയും ചെയ്യും. കാസർഗോഡ് ജില്ലയിൽ 28,970 അംഗങ്ങളാണ് CPMലുള്ളത്. 28,000 പേർ 500 രൂപ വീതം നൽകിയാൽ തന്നെ 1.40 കോടി രൂപ ലഭിക്കും. സഹകരണ ജീവനക്കാരുടെ ശമ്പളം കൂടി ചേരുമ്പോൾ 2 കോടിയോളം രൂപ പിരിച്ചെടുക്കാൻ സാധിക്കും. ഓരോ ബ്രാഞ്ചിനും ക്വാട്ട നിശ്ചയിച്ചാണ് പിരിവ്. ഈ മാസം 20-നകം പണം നൽകാനാണ് ഏരിയ കമ്മിറ്റികൾക്ക് ജില്ലാ കമ്മിറ്റി നൽകിയ നിർദ്ദേശം. പെരിയ കേസിനായി 2021 നവംബർ ഡിസംബറിൽ വലിയ തോതിൽ പണം പിരിച്ചിരുന്നു. ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ അന്തിമ ജോലികൾക്കെന്ന് പറഞ്ഞാണ് അന്ന് പിരിച്ചത്. അന്നും പാർട്ടി അംഗങ്ങളിൽ നിന്ന് മാത്രമായിരുന്നു പിരിവ്. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാൽ, കൃപേഷ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ 10 പ്രതികളെ CBI കോടതി ജീവപര്യന്തം തടവിനും രണ്ടാം പ്രതി സജി സി ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ചതിന് മുൻ MLA KV കുഞ്ഞിരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം K മണികണ്ഠൻ, ഉദുമ ഏരിയ കമ്മിറ്റി അംഗം KV ഭാസ്കരൻ, പാക്കം മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി എന്നിവരെ 5 വർഷം തടവിനും 10,000 രൂപ വീതം പിഴ അടയ്ക്കാനുമാണ് ശിക്ഷിച്ചത്. ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചിരുന്നു. ഇതോടെ 5 വർഷം ശിക്ഷ ലഭിച്ച 4 നേതാക്കൾക്ക് ജാമ്യം ലഭിച്ചു. മറ്റ് പ്രതികളും അപ്പീൽ നൽകും. എല്ലാ ചെലവും CPM വഹിക്കുകയും ചെയ്യും. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷ നടപ്പിലാക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മരവിപ്പിച്ചതിനെ തുടർന്ന് ജയിൽ മോചിതരായ മുൻ MLAമാരായ KV കുഞ്ഞിരാമൻ, രാഘവൻ വെളുത്തോളി, KV മണികണ്ഠൻ, KV ഭാസ്കരൻ എന്നിവർക്ക് വരവേൽപ്പൊരുക്കി CPM നയം വ്യക്തമാക്കിയിരുന്നു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ P ജയരാജൻ, സതീഷ് ചന്ദ്രൻ, M രാജഗോപാൽ MLA തുടങ്ങിയവർ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. രക്തഹാരം അണിയിച്ചായിരുന്നു വരവേറ്റത്. CPMനെതിരെ കെട്ടിപ്പൊക്കിയ നുണക്കോട്ടയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവോടെ പൊളിഞ്ഞതെന്ന് KV കുഞ്ഞിരാമൻ പറഞ്ഞിരുന്നു. പ്രതി ചേർക്കുമ്പോഴും അർഹിക്കാത്ത ശിക്ഷ നൽകിയപ്പോഴും പ്രതികരിക്കാതിരുന്നത് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ്. നേതാക്കളെ ജയിലിലാക്കാൻ CBI കള്ളക്കഥ ചമച്ചെന്നും അക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് 4-ാം ദിവസം പുറത്തിറങ്ങാൻ പറ്റിയതെന്നും MV ജയരാജനും പറഞ്ഞു. ഭരണ നേതൃത്വത്തിന്റെ കൂട്ടിലിട്ട തത്ത എന്ന വിശേഷണം CBIക്ക് ചേരുമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെന്ന് P ജയരാജൻ വിമർശിച്ചിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസ് നടത്താൻ പ്രവർത്തകരിൽ നിന്ന് 500 രൂപ വീതം കൈപ്പറ്റുന്നത്. ഇതിനുവേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു.